പുഴയിൽ കുളിക്കുന്നതിനിടെ 7 വയസ്സുകാരി മുങ്ങി മരിച്ചു. പാണ്ടിക്കാട് ഉറവംപുറം പള്ളിപ്പടിയിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കർണാടക തുമുക്കൂര് സ്വദേശികളായ അനുമന്ത് രാജ് ശോഭ ദമ്പതികളുടെ മകൾ അർഷിതയാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 കടലുണ്ടിപ്പുഴയിലെ ഉറവംപുറം പാലത്തിന് സമീപമാണ് അപകടം. കുടുംബസമേതം പുഴയിൽ കുളിക്കാനെത്തിയതായിരുന്നു അർഷിത. ഇതിനിടയിൽ സഹോദരങ്ങളായ അർപ്പിത, പ്രവീൺ എന്നിവരോടൊപ്പം ആഴമുള്ള ഭാഗത്തേക്കെത്തി. ഇത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളായ മംഗലശ്ശേരി നബീൽ, കൊടക്കാടൻ ജാസിൻ അലി, റാഷിം കളത്തിൽ എന്നിവർ ചേർന്ന് അർപ്പിതയെയും പ്രവീണിനെയും രക്ഷപ്പെടുത്തി. പിന്നീട് രക്ഷിതാക്കൾ ഒരു കുട്ടി കൂടി ഉണ്ടെന്ന് അറിയിച്ചതോടെയാണ് വീണ്ടും തിരച്ചിൽ നടത്തിയത്. അർഷിതയെ കണ്ടെത്തിയെങ്കിലും മരണപ്പെട്ടിരുന്നു. നടന്നിക്കാണ് ഞങ്ങളിപ്പോൾ അവിടെ ഇങ്ങനെ കുളിച്ചേ, എല്ലാ കുട്ടികളങ്ങനെ കുളിച്ചേ. അതിൽ കുറച്ച് 2 കുട്ടികളുണ്ട് അവിടെ ഇങ്ങനെ മുങ്ങിത്താവണാരിങ്ങനെ നീന്താണെന്നാണ് ഞങ്ങളൊക്കെ എഴുതി കളിച്ചാണെന്നൊക്കെ. ഞങ്ങൾ പിന്നെ വലിയ മൈൻഡാക്കിയില്ല. പിന്നെ 5 പറഞ്ഞു ഒരു മുങ്ങന്നെയാണോ നോക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വേഗം നീന്തി, ഞാൻ വിളിച്ച് ചങ്ങായിമാടി അവിടെ നീന്തി സ്പീഡ് നീന്തി ചെന്നപ്പോൾ ഒരു കുട്ടീനെ ഒടിഞ്ഞാരിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആൺകുട്ടി, അപ്പോൾ അതിനെ പിടിച്ച് ഞാൻ കരയത്ത് കയറ്റി, മറ്റേ അപ്പത്തിന് താന്നു വയ്ക്കുന്നു. പിന്നെ വേറെ ഒരു കുട്ടി വന്നിട്ട് അതിനെ കാലുകൊണ്ട് ഇതാക്കി. അപ്പോൾ കാലുകൊണ്ട് തട്ടിയപ്പോൾ അതിനെ കിട്ടിയപ്പോൾ അതിന് കരയത്ത് കയറ്റി. ഞങ്ങൾ കരയത്ത് കയറ്റി കഴിഞ്ഞേക്കിന് അതിന് ശ്വാസമൊക്കെ ഇതാക്കി നോക്കിയേക്കിന് അതിൻ്റെ മീറ്റൊക്കെ ഒന്ന് പറയുന്നുണ്ട്. ഒരു കുട്ടിമാടിയുണ്ട്, 6 വർഷമായ ഒരു കുട്ടിമാടിയുണ്ട്. ഞങ്ങൾ പിന്നെ ഇറങ്ങി. 6 വയസ്സായ കുട്ടിയോ? ചെറിയൊരു കുട്ടിയാണ്. അതില് വള്ളത്തിലേനു കണ്ടില്ല, ഞങ്ങൾ തന്നെ കണ്ടില്ല. അതിന്റെ മുമ്പ് തന്നെ മുങ്ങിക്കണ കുട്ടി. അതിന് പിന്നെ പെട്ടെന്ന് എടുത്തു. ശ്വാസം അപ്പം തന്നെ കുട്ടിക്ക് ഉണ്ടായില്ല. കുറെ ഞങ്ങൾ കണ്ടിട്ടില്ല. അവിടുന്ന് കുളിച്ചപ്പോൾ 2 കുട്ടികളെ ആകെ കണ്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഏതായാലും 2 കുട്ടികളെ ഇതുപോലെ പിടിച്ച് കയറ്റി. രണ്ടാമതും ചെറിയ കുട്ടിക്ക് വലിയ ശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ വലിയ പെണ്ണിന് വലിയ ശ്വാസമൊന്നും ഉണ്ടായില്ല. പിന്നെ നക്കി നോക്കിയപ്പോൾ ശ്വാസമൊക്കെ വന്നു. പിന്നെ ഒരു കുട്ടിമാടി ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും തപ്പി നോക്കി. ഇഞ്ച കജ്ജിമ്മ തടഞ്ഞു. അങ്ങനെ കൂടിയിട്ട് നോക്കിയപ്പോൾ ഒരു വെള്ള സാധനം പഞ്ഞി പോലത്തെ. അപ്പോൾ അതിമ്മ പിടിച്ച് പൊക്കി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കരയത്ത് കയറ്റിട്ട് അതിന് ശ്വാസമൊക്കെ കൊടുത്തു നോക്കി നടക്കുന്നു. പാണ്ടിക്കാട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.